അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജിന്നുകളെ സംബന്ധിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. വണ്ടൂരിലെ ജാമിയ വഹബിയയുടെ വജ്ര ജൂബിലിയോടനുബന്ധിച്ചാണ് ഈ പരിപാടി ആവിഷ്കരിച്ചിട്ടുള്ളത്. ജിന്നുകളെ സംബന്ധിച്ച് പ്രമാണബദ്ധമായി പരിശുദ്ധ ഖുർആനിലും ഹദീസിലും നമ്മുടെ ഇമാമുകളുടെ ഗ്രന്ഥങ്ങളിലും സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. മനുഷ്യവർഗത്തെ പോലെ തന്നെ ഒരു സഹോദര വർഗമാണ് ജിന്നുവർഗം. ജിന്ന് എന്ന് പറയുന്ന വർഗം മനുഷ്യരോടൊപ്പം നമുക്കിടയിൽ നമ്മോടൊത്ത് ജീവിക്കുന്ന മനുഷ്യരെ പോലെ എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരു വർഗമാണ്. നമുക്കിടയിൽ ജീവിക്കുന്ന ജിന്ന് എന്ന ഈ വർഗത്തെ കാണുന്നില്ല എന്ന് കരുതി ഒരിക്കലും അത് നിഷേധിക്കാവതല്ല. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി സൂചിപ്പിച്ചതാണ്. ഹദീസുകളിലെല്ലാം ജിന്നുകളെ സംബന്ധിച്ച് പരാമർശമുണ്ട്. മനുഷ്യരെ പോലെ തന്നെ നബിമാര് നിയോഗിക്കപ്പെട്ട ഒരു വർഗമാണ് ജിന്നുകൾ. നമുക്കിടയിൽ ജീവിക്കുന്ന ഈ വർഗത്തെ നമ്മൾ കാണുന്നില്ല എന്ന് കരുതി നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം കാണാത്തത് വിശ്വസിക്കുന്നവരാണ് ശരിയായ മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളും. അള്ളാഹു പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ തുടക്കം തന്നെ ഇതല്ലേ പറയുന്നത്, അലിഫ് ലാം മീം എന്ന് തുടങ്ങി ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുന്നത് ഹുദൽ ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് സന്മാർഗമാണെന്നാണ്. ആരാണ് ഈ മുത്തഖീങ്ങൾ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി. തുടർന്ന് അല്ലാഹു പറയുന്നത് അവർ ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്നവരാണെന്നാണ്. ഗൈബ് എന്ന് പറഞ്ഞാൽ മാ ഗാബ അനിൽ ഹവാസിൽ ഖംസി, മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കും അപ്പുറത്തുള്ളതും വബദാഹത്തിൽ അഖിലി, പ്രഥമ ബുദ്ധിക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്തതും അപ്രാപ്യമായതും വിശ്വസിക്കുക എന്നതാണ്. അപ്പം മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കും അപ്പുറത്തുള്ളതും പ്രഥമ ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തതുമായ കാര്യങ്ങളെ വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. യുഅ്മിനൂന ബിൽ ഗൈബി എന്നതിന്റെ തഫ്സീറുകളിൽ നമുക്ക് ഇതിന്റെ വലിയ വിവരണവും വിശദീകരണവും കാണാം. അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം അത് ഗൈബാണ്. മലക്കുകളിലുള്ള വിശ്വാസം അത് ഗൈബാണ്. ഖബറിന്റെ ഉള്ളിലുള്ള ജീവിതം, ബർസഖ്, നാളെ സ്വർഗം നരകം എല്ലാം ഗൈബാണ്. എന്നിട്ടും നമ്മൾ അത് വിശ്വസിക്കുന്നു. എന്തുകൊണ്ട്? അള്ളാഹു പറഞ്ഞു, അവന്റെ റസൂലും പറഞ്ഞു. അള്ളയും റസൂലും പറഞ്ഞത് അങ്ങനെ തന്നെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുക എന്ന് പറയുന്നതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ലക്ഷണം. ജിന്നുകൾ എന്നത് അള്ളാഹുവിന്റെ റസൂല് നിയോഗിക്കപ്പെട്ട ഒരു വർഗമാണ്. നമ്മിൽ പലരും വിചാരിച്ചു വെച്ചത് മനുഷ്യരിലേക്കാണ് നബിയായിട്ട് വന്നത് എന്നു മാത്രമാണ്. പക്ഷേ മനുഷ്യരിലേക്ക് മാത്രമല്ല, ജിന്നുകളിലേക്കും നബിയാണ്. മനുഷ്യവർഗത്തിന് എന്തൊക്കെയാണോ ശരീഅത്ത്, ആ ശരീഅത്ത് തന്നെയാണ് ജിന്നുകൾക്കും ശരീഅത്തായി നൽകിയത്. എന്തെല്ലാം വിശ്വാസ പ്രമാണങ്ങളാണോ മനുഷ്യവർഗത്തിന് നിശ്ചയിക്കപ്പെട്ടത്, അതേ വിശ്വാസ പ്രമാണങ്ങൾ ജിന്നുവർഗങ്ങൾക്കുമുണ്ട്. ജിന്നുകളെ സംബന്ധിച്ച് പടച്ചതമ്പുരാൻ എത്രയോ സ്ഥലത്താൻ മനുഷ്യരെ വിളിക്കുന്നതിന്റെ മുമ്പ് തന്നെ ജിന്നുകളെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹ് സംസാരിക്കുന്നത് തന്നെ. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, അവിടെയൊക്കെ ജിന്നുകളെയാണ് അള്ളാഹു ആദ്യമേ പറയുന്നത്. ജിന്നുകളിലേക്ക് അള്ളാഹു തആല നിയോഗിച്ച നബിയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നത് യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, ഓ ജിന്നു വർഗമേ, മനുഷ്യവർഗമേ, അലം യഅതികും റുസുലും മിൻകും യഖുസ്സൂന അലൈക്കും ആയാതി വയുൻദിറൂനകും ലിഖാഅ യൗമിക്കും ഹാദാ. നിങ്ങൾക്ക് നബിമാര്, ദൂതന്മാർ വന്നില്ലയോ? നിങ്ങൾക്ക് അവര് മുന്നറിയിപ്പ് നൽകിയില്ലയോ എന്ന് മനുഷ്യവർഗത്തെ മാത്രമല്ല അല്ലാഹു തആല വിളിച്ചു പറഞ്ഞത്, ജിന്നുവർഗത്തെയും വിളിച്ചുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത്. അപ്പൊ നബി മനുഷ്യവർഗത്തിലേക്ക് മാത്രമല്ല, ഈ കാണുന്ന പരിശുദ്ധ ഖുർആൻ, നാം കയ്യിൽ വെച്ചിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ
അത് മനുഷ്യവർഗത്തിന് മാത്രമുള്ളതല്ല, ജിന്നുവർഗത്തിലേക്കും കൂടെ അത് ഖുർആനാണ്, അള്ളാഹുവിന്റെ വേദഗ്രന്ഥമാണ്. ജിന്ന് എന്ന് പറയുന്ന പേരിൽ ഒരു സൂറത്ത് തന്നെയും അള്ളാഹു തആല ഖുർആനിൽ ഇറക്കിയിട്ടുണ്ട്. അല്ലെങ്കിലും ഗൈബ് കൊണ്ട്, അതായത് മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കും അപ്പുറത്തുള്ളത് വിശ്വസിക്കുന്നവനാണല്ലോ ശരിയായ ഒരു വിശ്വാസി എന്ന് പറയുന്നത്. കണ്ണുകൊണ്ട് കാണുന്നത് വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിൽ എന്താണ് ഇത്ര പുതുമ? അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് സ്വഹാബത്തിനോട് ചോദിച്ചത്, അത്ഭുത സൃഷ്ടികൾ ആരാണ്? സൃഷ്ടികൾ അയ്യുൽ ഖൽഖി അആജിബ്, സൃഷ്ടികളിൽ ഏറ്റവും അത്ഭുതപ്പെട്ടവരാരാണ് എന്ന് ചോദിക്കുമ്പോൾ സ്വഹാബത്ത് അന്ന് പറഞ്ഞ മറുപടി അൽ മലായിക്ക, മലക്കുകളാണെന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി തിരുത്തി, മലക്കുകളാകുന്നത് എങ്ങനെ? അവരാണെങ്കിൽ അവരോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രം പ്രവർത്തിച്ച്, അവർക്ക് പ്രത്യേക നിയമങ്ങളൊന്നുമില്ല. അവര് എന്താണോ അവരോട് നിർദ്ദേശിച്ചത് ആ നിർദ്ദേശം അനുസരിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടരാണ്. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അവരോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അവർ പ്രവർത്തിക്കും, അള്ളാഹുവിനോട് ഒന്നും തന്നെ അവർ എതിര് പ്രവർത്തിക്കുകയില്ല. ഇതല്ലേ അത് അവരുടെ പ്രകൃതമാണ്. അതിലെന്താണ് ഇത്ര പുതുമ? അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, എന്നാൽ നബിമാരാണോ? അപ്പോഴും അള്ളാഹുവിന്റെ റസൂല് പറയുന്നത്, എങ്ങനെ നബിമാരാകും? അള്ളാഹുവിൽ നിന്ന് നേരിട്ട് വഹയ്യ് കിട്ടുന്ന വർഗം, അവര് വിശ്വാസികളായില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അപ്പൊ വീണ്ടും സ്വഹാബത്ത് പറഞ്ഞു, ഫനഹ്നു, എന്നാ പിന്നെ ഞങ്ങളായിരിക്കാം നബിയെ എന്ന. അപ്പോഴും നബി തങ്ങൾ അതിനെ തിരുത്തുകയാണ്, എങ്ങനെ നിങ്ങളാകുന്നു? നിങ്ങൾ വഹയ്യ് ഇറങ്ങുന്ന കാലഘട്ടം ജീവിച്ചു, നിങ്ങൾ എന്നെ കണ്ടു, എന്നെ വിശ്വസിച്ചു. അപ്പൊ വഹയിന്റെ ആ മണവും രുചിയും വാസനയും എല്ലാം ഏറ്റുവാങ്ങുന്ന നിങ്ങൾ വിശ്വാസികളാകുന്നതിൽ എന്താണ് അത്ഭുതം? അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, പിന്നെ ആരാണ് നബിയെ? അവിടെയാണ് നബി തങ്ങൾ പറഞ്ഞത്, വരാനിരിക്കുന്ന ഒരു സമൂഹമുണ്ട്, അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളിൽ അവര് കണ്ടു, അവര് വിശ്വസിച്ചു. നബിതങ്ങൾ പറഞ്ഞു എന്നവർ കേട്ടു, അവർ വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിച്ച കൂട്ടക്കാരാണ് പടപ്പുകളിൽ ഏറ്റവും അത്ഭുതമുള്ളവർ എന്ന് നബിതങ്ങൾ പറഞ്ഞത് ഇതോടുകൂടെ ചേർത്ത് വായിക്കേണ്ടതാണ്. ലോകം മുഴുവനും, പൊതുസമൂഹം മുഴുവനും ജിന്നുകളുടെ സാന്നിധ്യത്തെ അംഗീകരിക്കുന്നവരായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ റൂട്ടിൽ സഞ്ചരിച്ചു പോയ മുസ്ലിം നാമധാരികൾ വരെ ജിന്നുകളുടെ അസ്തിത്വം നിഷേധിക്കുകയോ അല്ലെങ്കിൽ നിഷേധിക്കുന്നതിന് തുല്യമായ സമീപനം സ്വീകരിക്കുകയോ ചെയ്തിട്ടുണ്ട്. CN അഹമ്മദ് മൗലവി അദ്ദേഹത്തിന്റെ കുപ്രസിദ്ധമായ ഖുർആൻ പരിഭാഷയിൽ, ഖുർആൻ വ്യാഖ്യാനത്തിലൊക്കെ ജിന്നുകളെ സംബന്ധിച്ച് കാട്ടുവാസികളാണ് എന്നാണ് അദ്ദേഹം എഴുതിയത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ജിന്ന് ഉണ്ട് എന്ന് അള്ളാഹു പറഞ്ഞതാണ്, അവന്റെ റസൂല് പറഞ്ഞതാണ്. അവരുടെ വിവിധങ്ങളായ കാര്യങ്ങൾ ഹദീസുകളിലും മറ്റും ഉണ്ട്. അതെല്ലാം അങ്ങനെ തന്നെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്നവരാണ് നമ്മൾ, വിഴുങ്ങേണ്ടവരാണ് നമ്മൾ. അതിൽ യാതൊരു സംശയവും ഇല്ല. വിശുദ്ധ ഖുർആൻ ജിന്നുകളിലേക്കും ഇറക്കപ്പെട്ടതാണ് എന്ന് സൂചിപ്പിച്ചല്ലോ. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജിന്നി ഫഖാലൂ ഇന്നാ സമിഅനാ ഖുർആനൻ അജബ. ഈ പരിശുദ്ധ ഖുർആൻ ജിന്നുകൾ കേട്ടതും ഖുർആൻ ഓതുന്ന സമയത്ത് ജിന്നുകൾ ഹാജരായതും അത് അത്ഭുതത്തോടുകൂടെ ജിന്നുകൾ ഉൾക്കൊണ്ടതും തിരിച്ചു ചെന്ന് അവരുടെ അഹ്ലുകാരോട് ഞങ്ങൾ ഒരു അതിവിശിഷ്ടമായ അത്ഭുതകരമായ ഒരു വേദഗ്രന്ഥം കേട്ടുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നും അവർ പറഞ്ഞതായി ഹദീസുകൾ പരിശുദ്ധ ഖുർആനിന്റെ തഫ്സീറുകളിലൊക്കെയും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹയ്യ് ഇറങ്ങിയതിന്റെ ശേഷം ലോകത്ത് പല അത്ഭുതങ്ങളും സംഭവിച്ചു. അന്ന് വരെ ജിന്നുകളും ജ്യോത്സ്യന്മാരൊക്കെ നിറഞ്ഞാടിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് വിവരം തരാൻ ഒരുപാട് സ്രോതസ്സുകൾ ഇവിടെയുള്ള ജ്യോത്സ്യന്മാർക്കുണ്ടായിരുന്നു. പക്ഷേ നബിതങ്ങൾ വന്നതോടുകൂടെ, ഖുർആൻ ഇറങ്ങിയതോടുകൂടെ വാനലോകത്ത് നിന്നുള്ള വിവരങ്ങൾക്ക് തടസ്സം നേരിട്ടു. അവിടുന്ന് ഡിസ്കണക്റ്റായി, അവിടുന്ന് വിവരങ്ങൾ ലഭിക്കാതെ വന്നപ്പോൾ ഇത് സംബന്ധമായി അന്വേഷണത്തിന് ഇറങ്ങാൻ ജിന്നുകളും പിശാചുക്കളും തീരുമാനിച്ചു. ഇങ്ങനെ അന്വേഷിച്ചിറങ്ങിയ സമയത്ത് നബിയും സ്വഹാബത്തും നമസ്കരിക്കുന്നത് കാണുകയാണ് ജിന്നുകൾ. അപ്പോൾ ആ നബിയും സ്വഹാബത്തും ഓതിയ പരിശുദ്ധ ഖുർആൻ ജിന്നുകൾ കേൾക്കുകയാണ്. ആ ജിന്നുകൾ കേട്ടിട്ടാണ് സ്വന്തം കുടുംബത്തിലേക്കും നാട്ടിലേക്കും ചെന്നിട്ട് ഞങ്ങൾ അത്ഭുതകരമായ ഒരു ഖുർആൻ കേട്ടു എന്ന് അഭിപ്രായം പറയുന്നതും. അതുകൊണ്ടാണ്
വാനലോകത്തു നിന്നുള്ള വിവരങ്ങളൊക്കെ മുറിഞ്ഞു പോയത് എന്നും ജിന്നുകൾ അഭിപ്രായപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിന്നുകൾക്ക് പ്രത്യേകമായ സ്ഥലം നിശ്ചയിച്ചുകൊണ്ട് ജിന്നുകൾക്ക് പരിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്തിരുന്നത് ഹദീസിൽ കാണാം. ഇന്ന് മസ്ജിദു ജിന്ന് എന്ന് പറയുന്ന പള്ളി, ജിന്ന് പള്ളി എന്ന് പറയുന്ന സ്ഥലം തന്നെയുണ്ട്. അവിടെ വെച്ചാണ് നബി ജിന്നുകൾക്ക് പരിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്തിരുന്നത് എന്ന് നമ്മുടെ ഇമാമുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ജിന്ന് എന്ന് പറയുന്നത് പലവർഗമാണ്. മനുഷ്യരെ പോലെ തന്നെ പലവർഗമാണ് ജിന്ന്. മനുഷ്യരിൽ നല്ലവരുണ്ട്, വൃത്തികെട്ടവരുണ്ട്. മനുഷ്യരിൽ പല വിശ്വാസക്കാരുണ്ട്, പല കർമ്മ സരണികൾ പിൻപറ്റുന്നവരുണ്ട്. എന്നതുപോലെ തന്നെ എല്ലാ വർഗക്കാരും ഉള്ള ഒരു കൂട്ടരാണ് ജിന്നുകൾ. ജിന്നുകളിൽ നല്ലവരുണ്ട്. പൊതുവെ നല്ലവർക്കാണ് ജിന്ന് എന്ന് പറയുക. അവരിലെ മോശക്കാർക്കാണ് പിശാച്, ശൈത്വാൻ എന്നൊക്കെ പറയുന്നത്. അപ്പം നല്ലവരും മനുഷ്യരുള്ളതുപോലെ നല്ലവരുണ്ട് ഈ വർഗത്തിൽ. അതുപോലെ തന്നെ വൃത്തികെട്ടവരും ഉണ്ട് ഈ വർഗത്തിൽ. അതുപോലെ തന്നെ വ്യത്യസ്ത മദ്ഹബ് അംഗീകരിക്കുന്നവർ ജിന്നുകളിലുണ്ട്. മനുഷ്യരെ പോലെ ശരീഅത്ത് ബാധകമായ, മനുഷ്യരെ പോലെ തന്നെ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ജീവിക്കുന്ന, മക്കളും കെട്ടിയോളും സന്താന പരമ്പരകളും ഒക്കെയുള്ള ഒരു വർഗമാണ് ജിന്നുകൾ. ആ വർഗമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഖുർആൻ നസ്സായി പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതൊരാൾ നിരാകരിച്ചു പോയാൽ അവൻ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു തന്നെയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുന്നത് പോലെ തന്നെ, വേദഗ്രന്ഥങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നത് പോലെ തന്നെ ജിന്ന് എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ടെന്നും, മനുഷ്യരെക്കാൾ വലിയ വർഗമാണ് ജിന്ന്, അത് ഹദീസിലുണ്ട്. അവർ എല്ലാ സംവിധാനത്തോടുകൂടെയും ജീവിക്കുന്നവരാണെന്നും മനുഷ്യന്റെ എല്ലാ നടപ്പിരിപ്പുകളിലും അവരുടെ സാന്നിധ്യം ഉണ്ടാകാമെന്നും, മനുഷ്യന്റെ രക്തം സഞ്ചരിക്കുന്ന കുഴലുകളിൽ വരെ, ഞരമ്പുകളിൽ വരെ അവരുടെ സാന്നിധ്യം ഉണ്ടാകാമെന്നും, അവരിൽ നിന്ന് എല്ലാ സമയത്തും കാവലിനെ ചോദിക്കണമെന്നും, കാവലിനെ ചോദിക്കാൻ നിരവധി ദിക്റുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നും നമ്മൾ വിശ്വാസത്തിന്റെ ഭാഗമായി ഉൾക്കൊള്ളണം. ഇല്ലെങ്കിൽ അവൻ ഇസ്ലാമിക വൃത്തത്തിൽ ഉണ്ടാവുകയില്ല. പരിശുദ്ധ ഖുർആനും ഹദീസും നമ്മുടെ ഇമാമുകളും പറഞ്ഞത് അപ്പടി അങ്ങനെ തന്നെ വിശ്വസിക്കുക. അത് എല്ലാ കാലത്തെയും അതിജയിക്കുന്ന വിജ്ഞാനമാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ജാമിയ വഹബിയയുടെ വജ്ര ജൂബിലിക്ക് എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.